വിശുദ്ധ ഔസേപ്പിതാവിനും ഏറ്റവും സ്നേഹ വാത്സല്യം നിറഞ്ഞവരെ, ബുധനാഴ്ച ദിവസമായത് ഔസേപ്പിതാവിന് പ്രത്യേകം നമ്മയും നമ്മുടെ കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. ഈ ദിവസം കർത്താവായ യേശു വചനത്തിലൂടെ നമ്മളോട് ചെയ്യുന്നത് പ്രകാരമാണ്: ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ സംതൃപ്തരാക്കപ്പെടും. ഇപ്പോൾ ദുഃഖിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടും. ഇപ്പോൾ വിലപിക്കുന്നവരെ നിങ്ങൾക്കും ആശ്വാസവും സാന്ത്വനം ലഭിക്കും. പ്രിയമുള്ളവരെ, കർത്താവായ യേശു പറയുന്നു, മനുഷ്യപുത്രന്റെ നാമധേയത്തിൽ നിങ്ങൾ ഒത്തിരിയേറെ പേർ നിങ്ങളെ ദുഷിച്ചു പറയും. അപ്പോഴെല്ലാം ആഹ്ലാദിച്ചുല്ലസിക്കണം. സ്വർഗീയത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവിടുത്തെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടായിരിക്കും. വീണ്ടും യേശു ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു: സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങളിപ്പോൾ സംതൃപ്തരായിരിക്കുന്നു. നിങ്ങൾ എല്ലാ കാര്യങ്ങളും എല്ലാത്തിലും സംതൃപ്തരായിരിക്കുന്നു. എന്നാൽ ദൈവീക കാര്യങ്ങൾ അകന്നു പോയിരിക്കുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. പ്രിയമുള്ളവരെ, ദൈവീക കാര്യങ്ങൾ നമ്മൾ സമ്പന്നനായാലും പാവപ്പെട്ടവനായാലും ഇടത്തരക്കാരൻ ആരായാലും ദൈവികമായ കാര്യങ്ങൾ പ്രാർത്ഥനയിലും പുണ്യപ്രവൃത്തികളും പാവപ്പെട്ടവരെ സഹായിക്കുന്നതിലും ഒക്കെ മുൻപന്തിയിലായിരിക്കണം. ദൈവത്തെ സ്നേഹിക്കുക, ദൈവസന്നിധി പരിശുദ്ധിയോട് ജീവിക്കുക, എല്ലാവർക്കും അനുഗ്രഹമായി തീരാൻ ഈ പരിശുദ്ധമായ ബലിയിൽ നമ്മെ, നമ്മുടെ കുടുംബത്തെയും മക്കളെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ബലിയിൽ പ്രത്യേകം ചക്കനാട് ജെയിംസ് കുടുംബാംഗങ്ങൾ, ആന്റണി പനക്കൽ കുടുംബാംഗങ്ങൾ, പോളെ ജോബി കുടുംബാംഗങ്ങൾ, നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ ഈ പരിശുദ്ധമായ ബലിയെ സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഓർക്കാം. അതുപോലെ ഡോക്ടർ ജോസ്, ഡോക്ടർ റോസ്, ഡോക്ടർ സ്റ്റീവ്, ഡോക്ടർ മെറൻ, ഡോക്ടർ വിൻസ്റ്റൺ, സജി മാത്യു, ഇവിടെ എല്ലാവരും നിയോഗങ്ങൾ ഓർക്കാം. പ്രത്യേകം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ബെർണാഡ് ജോൺ കുടുംബാംഗം, ലെൻസൺ, നടാശ കുടുംബാംഗങ്ങളെയും ഈ ബലിയെ സമർപ്പിക്കാം. രോഗികളായ എല്ലാ മക്കളെയും, കൊറോണ രോഗികളെല്ലാം സൗഖ്യപ്പെടുത്തുവാനും പ്രാർത്ഥിക്കാം. കുടുംബങ്ങളെ വലിയ കൃപയെ നയിക്കണമെന്ന പ്രാർത്ഥനയോടെ കരങ്ങൾ കൂപ്പി നമ്മുടെ തെറ്റുകൾ, പാപങ്ങൾ ബലിയർപ്പിക്കാൻ എന്തെങ്കിലും കുറവ് വന്നിട്ട് മാപ്പപേക്ഷിക്കാം. ഏറ്റവും എല്ലാം സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ ആകെയാൽ നിത്യനിയായ വിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരുടെ വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. പിതാവിന്റെ മാതൃകയാലും മധ്യസ്ഥയാലും അങ്ങ് കൽപ്പിക്കുന്ന ജോലികൾ ഞങ്ങൾ പൂർത്തീകരിക്കുവാനും അങ്ങ് വാഗ്ദാനം ചെയ്യുന്ന പ്രതിഫലം കൈവരിക്കുവാനും ഞങ്ങളെയും സഹായിക്കണം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഒന്നാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, അവിവാഹിതരെ പറ്റി കർത്താവിൻ്റെ കൽപ്പനയൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ വിശ്വസ്തനായിരിക്കുവാൻ കർത്താവിൽ നിന്ന് കരുണ ലഭിച്ചവൻ എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നു. ആസന്നമായ വിപത്സന്ധി കണക്കിലെടുക്കുമ്പോൾ ഓരോരുത്തരും ഇപ്പോഴത്തെ നിലയിൽ തുടരുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ കരുതുന്നു. നീ സഭാര്യനാണെങ്കിൽ സ്വതന്ത്രനാകാൻ ശ്രമിക്കേണ്ട.
വിഭാര്യനാണെങ്കിൽ വിവാഹിതനാവുകയും വേണ്ട. നീ വിവാഹം കഴിക്കുന്നെങ്കിൽ അതിൽ പാപമില്ല. കന്യക വിവാഹിതയായാൽ അവളും പാപം ചെയ്യുന്നില്ല. എന്നിരിക്കലും വിവാഹിതരാകുന്നവർക്ക് ലൗകിക ക്ലേശങ്ങൾ ഉണ്ടാകും. അതിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കാനാണ് എൻ്റെ ശ്രമം. സഹോദരരെ, സമയം പരിമിതമാണ്. ഇനിമേൽ ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെയും, വിലപിക്കുന്നവർ വിലപിക്കാത്തവരെ പോലെയും, ആഹ്ലാദിക്കുന്നവർ ആഹ്ലാദിക്കാത്തവരെ പോലെയും, വാങ്ങുന്നവർ ഒന്നും കൈവശമില്ലാത്തവരെ പോലെയും, ലോകകാര്യങ്ങളിൽ ഇടപെടുന്നവർ ഇടപെടാത്തവരെ പോലെയും ആയിരിക്കട്ടെ. എന്തെന്നാൽ ഈ ലോകത്തിൻ്റെ രൂപഭാവങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. മകളെ കേൾക്കുക, ചെവി ചായ്ച്ച് ശ്രദ്ധിക്കുക. മകളെ കേൾക്കുക, ചെവി ചായ്ച്ച് ശ്രദ്ധിക്കുക. നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും മറക്കുക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാകും. അവൻ നിന്റെ നാഥനാണ്, അവനെ വണങ്ങുക. മകളെ കേൾക്കുക, ചെവി ചായ്ച്ച് ശ്രദ്ധിക്കുക. ധനികന്മാർ എല്ലാവിധ സമ്പത്തും കാഴ്ചവെക്കും. രാജകുമാരി സ്വർണ്ണ കസവുടയാട് ചാർത്തി അന്തപുരത്തിലിരിക്കുന്നു. വർണ്ണശബളമായ അങ്കി അണിയിച്ച് അവളെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു. കന്യകമാരായ തോഴിമാർ അവൾക്ക് അകമ്പടി സേവിക്കുന്നു. മകളെ കേൾക്കുക, ചെവി ചായ്ച്ച് ശ്രദ്ധിക്കുക. ആഹ്ലാദഭരിതരായി അവർ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കുന്നു. നിന്റെ പുത്രന്മാർ പിതാക്കന്മാരുടെ സ്ഥാനത്ത് അവരോധിക്കപ്പെടും. ഭൂമിയിലെങ്ങും നീ അവരെ അധിപതികളായി വാഴിക്കും. മകളെ കേൾക്കുക, ചെവി ചായ്ച്ച് ശ്രദ്ധിക്കുക. സന്തോഷിച്ച് കുതിച്ചു ചാടുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. യേശുനാഥൻ തന്റെ ശിഷ്യന്മാരെ നേരെ കണ്ണുകളുയർത്തി പ്രകാരം അരുളി ചെയ്തു: ദരിദ്രരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം നിങ്ങൾ പിറന്നു. ഇപ്പോൾ വിശക്കുന്നവരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ സംതൃപ്തരാക്കപ്പെടും. ഇപ്പോൾ കരയുന്നവരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ അവഗണിക്കുകയും പുറന്തള്ളുകയും നിങ്ങളുടെ പേര് ദുഷ്ടനായി കരുതി തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പോൾ നിങ്ങൾ ആഹ്ലാദിച്ച് ഉല്ലസിക്കുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. അവിടെ പിതാക്കന്മാരും പ്രവാചകന്മാരോടും ഇപ്രകാരം തന്നെ പ്രവർത്തിച്ചു. എന്നാൽ സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സംതൃപ്തരായി കഴിയുന്നവരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾക്ക് വിശക്കും. ചിരിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ ദുഃഖിച്ച് കരയും. മനുഷ്യരെല്ലാവരും നിങ്ങളെ പ്രശംസിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കും ദുരിതം. അവരുടെ പിതാക്കന്മാരും വ്യാജപ്രവാചകന്മാരോടും അങ്ങനെ തന്നെ ചെയ്യുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ചെയ്ത പാപസമാഹാരം
പരിശുദ്ധമായ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയും തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭയുടെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ബലി സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ കരുണയുടെയും ഉറവിടമായ ദൈവമേ, വിശുദ്ധ പിതാവിന്റെ ഓർമ്മയിൽ അങ്ങേ മഹിമയ്ക്കായി ഞങ്ങൾ അർപ്പിക്കുന്ന കാഴ്ചകളും പ്രാർത്ഥനകളും അങ്ങ് സ്വീകരിക്കണം. ഈ ബലിയർപ്പണം അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സംരക്ഷണമായി തീരുവാനും കൃപ നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. സർവശക്തനായ പിതാവേ, പരിശുദ്ധനായ ദൈവമേ, എങ്ങുമെന്നേരും വിശിഷ്യ വിശുദ്ധ പിതാവിന്റെ സ്വർഗീയമായ സ്വതന്ത്രത്തിൽ അങ്ങേക്കു ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവും അങ്ങയുടെ ഏകപുത്രനും പരിശുദ്ധാത്മാവിന്റെ പ്രതിബിംബത്താൽ ജാതനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന് പൈതൃകമായ സംരക്ഷണം നൽകുവാനായി കന്യകാമാതാവിന്റെ ഭർത്താവായി അങ്ങ് തിരഞ്ഞെടുത്തത് നീതിമാനും വിശുദ്ധനും വിവേകിയും വിശ്വസ്തനുമായ വിശുദ്ധ പിതാവിനെ തന്നെ അങ്ങേ തിരുക്കുടുംബത്തിന്റെ നാഥനായ അങ്ങ് അവരോധിച്ചവൻ. ആകയാൽ എല്ലാ മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ചേർന്ന് ഞങ്ങളും എളിമയോടുകൂടി ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു വകയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമാം. ഹോസാന ഹോസാന. അത്യുന്നതങ്ങളിൽ ഹോസാന ഹോസാന ഹോസാന. അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുകൾ മടക്കാം, കരങ്ങൾ കൂപ്പാം. പരിശുദ്ധിയോടെ ഈശോയുടെ കുരിശുമേത്തിലേക്ക് നോക്കാം. നമുക്ക് ഈശോയെ തിരുശരീരത്തിലൂടെ തിരക്കത്തിലൂടെ ഈശോയെ നമുക്ക് ആരാധിച്ച് ശ്രദ്ധിക്കാം. സർവശക്തനായ കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനാണ്. ആകയാൽ അങ്ങേ ആത്മാവ് മഞ്ഞക്കണങ്ങൾ പോലെ ഈ കാണിക്കകൾ അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി അവിടുന്ന് വീണാസകലത്തും സ്വയമേൽപ്പിച്ചു കൊടുത്ത
ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്നു എന്റെ ശരീരം. ദൈവമേ 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 അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചു തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. യേശുവേ യേശുവേ ആരാധന യേശുവേ വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്ത് അങ്ങേ തിരുമുമ്പിൽ നിൽക്കും. അങ്ങേ സ്നേഹിക്കുവാൻ ഈ എളിയവരും പാപികളുമായി ഞങ്ങളെ അർഹരാക്കി തീർത്തതിനെ നന്ദി പറയുന്നു. ജീവന്റെ അപ്പവും രക്ഷയുടെ മാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിനെ ഒന്നയച്ചെടുക്കും. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി എല്ലാ കർദിനാൾമാർക്കും ഞങ്ങളെ അതിരൂപത അധ്യക്ഷനായ അഭിവന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിന് വേണ്ടി മറ്റെല്ലാ മെത്രാന്മാർ, വൈദികർ, സന്യാസികൾ, ആത്മാവിൽ ഉൾപ്പെട്ട സഭയെ സ്നേഹത്തിന്റെ പൂർണ്ണതയെത്തിക്കണം. ദൈവമേ, ഈ ഭൂമിയിൽ അങ്ങ് വിളിച്ച ഞങ്ങളുടെ കുടുംബങ്ങളെ മരിച്ചുപോയ എല്ലാവർക്കും സൗഭാഗ്യം നൽകണം. ഇന്ന് ജന്മദിനം ഓർക്കുന്നവരെ, ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബങ്ങളെയും ഈ ബലിയിൽ പങ്കുചേരുന്ന ഒരു മക്കളെയും അനുഗ്രഹിക്കണം. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോട് ആ കന്യയുടെ ഭർത്താവ് സർവത്രിക സഭയുടെ മധ്യസ്ഥൻ ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥമായ പിതാവിനോട് അപസരഗണത്തോടും എല്ലാ വിശുദ്ധമത്ത് നിത്യത്തിൽ പങ്കുചേരുവാൻ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാണ്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വം എന്നും എന്നേക്കും. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റേക്കാം. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധനായി ദിവ്യോപദേശത്താൽ രൂപവൽക്കൃതനായി നിർമ്മയം കരങ്ങളെ ഉയർത്തി പഠിപ്പിച്ച് പ്രാർത്ഥിച്ചുമെല്ലാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം അങ്ങ് രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അത് വേണ്ട ആരും നിങ്ങൾക്ക് തരയണമേ. ഞങ്ങളെ ചെയ്തോടെ ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്ലാവനത്തിൽ ഉൾപ്പെടുത്തരുതേ, ഇതിന്മേ രക്ഷിക്കണം. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിക്കണം. ഈ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർവമായ പ്രത്യാശയും ഞങ്ങൾ യേശുവിനായ യേശുക്രിസ്തുവിന്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ഞങ്ങളെല്ലാവരും ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപങ്ങൾ മോചനാകുകയും എല്ലാ വിപത്തുകളിലും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തുവേ അങ്ങ് അപ്പോസ്തലന്മാരെ ചെയ്തുവല്ലോ ഞങ്ങളുടെ പാപങ്ങളെ ലഭിക്കും. അങ്ങേ സഭയുടെ വിശ്വാസങ്ങൾ മാത്രം അങ്ങേ തിരുവുള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനം ഐക്യവും കൽപ്പിച്ചുള്ളിയാലും എന്നും ജീവിക്കുകയും
ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾ ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാണ്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നത് ദിവ്യ കുഞ്ഞാണ്ട് വരുന്നതിന് ക്ഷണിക്കപ്പെട്ട നമ്മളെല്ലാവരും ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, പിതാവായ കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവായ പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ രാജാവായി ദിവ്യകാരുണ്യമായി എഴുന്നള്ളി വരണമേ. അങ്ങിൽ നിന്നും ഒരിക്കലും വേർപിരിയുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ. ആമേൻ. ഈശോ അങ്ങേ കൈക്കൊള്ളുവാൻ ഒരുങ്ങി വരുന്നിതാ ഞാൻ. ഈശോ അങ്ങേ കൈക്കൊള്ളുവാൻ ഒരുങ്ങി വരുന്നിതാ ഞാൻ. യോഗ്യതയെന്നിലില്ല, ശ്രേഷ്ഠമായൊന്നുമില്ല, എന്നാലും എന്നുള്ളിൽ നീ വരണേ. ഈശോ എന്നുള്ളിൽ എഴുന്നള്ളണേ. ഈശോയേ അങ്ങേ കൈക്കൊള്ളുവാൻ ഒരുങ്ങി വരുന്നിതാ ഞാൻ. ബലവാനേ, പരിശുദ്ധനേ, പാപത്തേനെ അതിനാഥനേ. ബലവാനേ, പരിശുദ്ധനേ, പാപത്തേനെ അതിനാഥനേ. ആത്മാവിൻ വാണിടാനായി എന്നിൽ എഴുന്നള്ളണേ. ആത്മാവിൻ വാണിടാനായി എന്നിൽ എഴുന്നള്ളണേ. സർവശക്തനായ കർത്താവേ, സ്വർഗീയ ബോധനത്താൽ സന്തുഷ്ടരായ ഞങ്ങളെല്ലാവരും അങ്ങയോട് കീഴപേക്ഷിക്കുന്നു. വിശുദ്ധ പിതാവിന്റെ മാതൃക അങ്ങയെ സ്നേഹത്തിന് സാക്ഷ്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ
പരിശുദ്ധാത്മന മധ്യസ്ഥമായി അങ്ങ് തിരുസഭയ്ക്ക് നൽകിയല്ലോ. ഈ വിശുദ്ധന്റെ യോഗ്യത വഴി ഞങ്ങൾ എളിയ പ്രാർത്ഥനകൾ കേൾക്കണമേ എന്ന് നിത്യവും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പശുപിതാനകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കണമെന്ന് യാചിക്കുന്നവരെ മക്കളെ ഓർക്കാം. നമ്മുടെ കുടുംബത്തെ എല്ലാവരെയും സമർപ്പിച്ച് പരിശുദ്ധിയോടെ വിശുദ്ധിയോടെ നാം നാൾ പ്രാർത്ഥിച്ചുവെല്ലാം ഒരിക്കലും കൈവിടില്ല ഞങ്ങൾ അറിയുന്നു. അങ്ങ് ഞങ്ങളുടെ ശരണവും ആശ്രയവും ആയിരിക്കണം. ഞങ്ങളുടെ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആവശ്യങ്ങളും ഭാഗ്യവും വിശിഷ്യ ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്ന പ്രത്യേക കാര്യങ്ങൾ കൂട്ടി കണ്ണുകളടച്ച് നമ്മുടെ ആവശ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നമുക്ക് ഒരുമിച്ച് ഏറ്റുമെല്ലാം ഈശോയുടെ അങ്ങേ വല്ലഭമായ ഞങ്ങൾക്ക് നേടിത്തരണമേ. മനുഷ്യോധനം ചെയ്ത ദൈവത്തിന്റെ കാവൽക്കാർ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങേ പ്രാർത്ഥന ദൈവത്തിന് മുമ്പിൽ കാരുണ്യപൂർവ്വം കേൾക്കപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തൊഴിലാളികളുടെ മാതൃകയായ എല്ലാവിധ വിപത്തുകളിൽ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ നിരവധി പാപങ്ങൾക്ക് പരിഹാരമായി ചൈതന്യത്തോടെ വേല ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും പ്രാപ്തരാക്കണമേ. തിരുസഭയുടെ പാലകനായ തിരുസഭയ്ക്ക് വേണ്ടി വഹിക്കണമേ. എല്ലാം യേശുവിന് വേണ്ടി പരിശുദ്ധ മറിയത്തിലൂടെ എല്ലാം അങ്ങയെ അനുകരിക്കുന്നതിന് ജീവിതത്തിലെ മുദ്രാവാക്യം. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ബഹുലമാക്കിയത് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ട. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും നീക്കാമേ. ദൈവത്തിൻ തിരുസുധനേ, ഓട്ടി വളർത്തിയ താതാ, പിച്ചുകിടാങ്ങളാം ഞങ്ങളനാഥരായി കേളുനി കണ്ണീരിന്നാളുവരെ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഈശോയുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈശോയുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, ലോകരക്ഷകനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധ മറിയമേ, വിശുദ്ധ ഔസേപ്പ് പിതാവേ, ദാവീദിന്റെ സന്താനമേ, ഗോത്രപിതാക്കളുടെ പ്രകാശമേ, ദൈവത്തിന്റെ ഭർത്താവേ, കന്യകാമറിയത്തിന്റെ കാവൽക്കാരൻ, ദൈവസുതന്റെ വളർത്തു പിതാവേ, മിശിഹായുടെ ജാഗ്രത സംരക്ഷകൻ, തിരുക്കുട തലമുറയെ, എത്രയും നീതിമാനായ ഔസേപ്പ് പിതാവേ, എത്രയും വിവേക ഔസേപ്പ് പിതാവേ, എത്രയും ധീരനായ ഔസേപ്പ് പിതാവേ, എത്രയും കീഴ്വഴക്കുള്ള ഔസേപ്പ് പിതാവേ, എത്രയും വിശ്വസ്തനായ ഔസേപ്പ് പിതാവേ, ക്ഷമയുടെ പര്യായമായ ഔസേപ്പ് പിതാവേ, പ്രാർത്ഥന സ്നേഹിത തൊഴിലാളികളുടെ മാതൃക, കുടുംബജീവിത അഭിമാനമേ, കന്യകളുടെ സംരക്ഷക, കുടുംബങ്ങളെ ആധാരം, രോഗികളുടെ ആശ്രയമേ, മതാസന മധ്യസ്ഥ, നിഷ്ഠാരിയും പരമേ, ദേശയുടെ പാലക, ലോകപാപങ്ങൾ നയിക്കുന്ന ദൈവത്തിന് ലോകപാപങ്ങൾ നയിക്കുന്ന ദൈവദേവത്തെ തന്റെ ഭവനത്തിന്റെ അധിപനായി തന്റെ സകല സമ്പത്തുകളുടെയും സംരക്ഷകനുമാക്കി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഭർത്താവായ ഔസേപ്പ് പിതാവിനെ തിരഞ്ഞെടുക്കാൻ തിരുമനസ്സായ ദൈവമേ, ഭൂമിയിൽ സംരക്ഷകനായി ഞങ്ങൾ വിളങ്ങുന്ന ഈ വിശുദ്ധൻ സ്വർഗ്ഗത്തിൽ ഞങ്ങളെ മധ്യസ്ഥരായിരിക്കാൻ കൃപയുണ്ടായിരിക്കണമേ. ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേടുവിടണമേ. ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഉപകാരസ്മരണയായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നമ്മുടെ സഹായം കർത്താവിന്റെ നാമത്തിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ നാമത്തിൽ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളുടെ വിലാപങ്ങൾ പ്രത്യേകം ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ക്ലേശ ദുഃഖരാശ്വാസമായ ദൈവമേ, അങ്ങേ പുത്രന്റെ
ദൈവമേ വളർത്തുവിന് ആവശ്യപ്രകാരം മധ്യസ്ഥീകരിക്കണം. ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ. ഞങ്ങളെല്ലാവരും ഹൃദയസമാധാനം സ്വർഗീയ അനുഗ്രഹം ശാരീരിക ആരോഗ്യം പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പറയാനിടയാക്കണം. അദ്ദേഹം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളെ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. ശത്രുവിന്നണികൾ തകർക്കാം
സ്തുതിയുമ്പോഴും